ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഐ നിമിഷ ഡേവീസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പാണ്ടാസിൻ്റെ ഇൻസ്റ്റോളേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പം ഇനി ഇന്ന് തൊട്ട് നമ്മൾ എന്താണ് ഇവിടെ പാണ്ടാസിൻ്റെ പ്രോഗ്രാമിങ്ങിലോട്ട് കയറാം. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ, നമ്മുടെ പൈത്തണിലുള്ള ഡാറ്റ സ്ട്രക്ചർ പോലെ തന്നെ പാണ്ടാസിലും 3 ഡാറ്റ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? സീരീസ്, ഡാറ്റ ഫ്രെയിം ആൻഡ് പാനൽ. അതിൽ ഫസ്റ്റ് വൺ ആണ് സീരീസ്. അതാണ് നമ്മളിനി കുറച്ച് നാളത്തേക്ക് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഞാനൊരു പുതിയൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. p1 സീരീസ് എക്സാമ്പിൾ. ഓക്കെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നംപൈ ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് വെക്കാം. അതവിടെ ഇരുന്നോട്ടെ. നമ്മൾ മെഷീൻ ലേണിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നതല്ലേ. നമുക്ക് ഇവിടെ തൊട്ട് ഇമ്പോർട്ട് പാണ്ടാസ് ആസ് pd ഇമ്പോർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നംപൈയിൽ എങ്ങനെയാണ് അറേ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതിൽ നമുക്ക് സീരീസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാ? a = അവിടെ നമ്മൾ np ഡോട്ടാണ് കൊടുത്തത്. ഇത് നമ്മൾ പാണ്ടാസ് ആയതുകൊണ്ട് എന്താണ് pd ഡോട്ട് സീരീസ് എന്ന് കൊടുക്കണം. ഓക്കെ. എസ് ക്യാപിറ്റൽ ആണ്. അതിനുള്ളിൽ നമുക്ക് എന്താണ് ലിസ്റ്റ് ആയിട്ട് പാസ് ചെയ്യാം. 1 2 3 4 5 4. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? പ്രിന്റ് എ. ഇത് പ്രിന്റ് ചെയ്യിക്കുമ്പോൾ 1 2 3 5 4 എന്ന് മാത്രമല്ല, അതിനോടൊപ്പം അതിൻ്റെ ഇൻഡെക്സ് പൊസിഷനും ഇതിൻ്റെ ഡാറ്റ ടൈപ്പും കൂടി പ്രിന്റ് ആവും. ഞാൻ റൺ ചെയ്യാം കേട്ടോ. കണ്ടോ? ഇതാണ് നമ്മൾ കൊടുത്ത വാല്യൂ. ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താണ്? അതിൻ്റെ ഇൻഡെക്സ് പൊസിഷനും പിന്നെ ഇതെന്താണ്? അതിൻ്റെ ഡാറ്റ ടൈപ്പും കൂടി അവിടെ പ്രിന്റ് ആവുന്നുണ്ട്. അതാണ് നമ്മൾ നംപൈയിൽ പ്രിന്റ് ചെയ്യിക്കുമ്പോഴും പാണ്ടാസിൽ പ്രിന്റ് ചെയ്യിക്കുമ്പോഴുള്ള വ്യത്യാസം വരുന്നത്. സീരീസ് പ്രിന്റ് ചെയ്യിക്കുമ്പോഴും അറേ പ്രിന്റ് ചെയ്യിക്കുമ്പോഴുള്ള ഡിഫറൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ. എനിക്കിപ്പോൾ ഇത് ഈ ഡാറ്റ ടൈപ്പ് എന്നുള്ളത് ഈ വാല്യൂസിൻ്റെ ഡാറ്റ ടൈപ്പാണ് കേട്ടോ. എനിക്കിപ്പോൾ വേണ്ടത് ഈ എ എന്ന് പറയുന്ന സീരീസിൻ്റെ ഡാറ്റ ടൈപ്പ് അറിയണം. അതേതാ? സീരീസ് തന്നെയാണ് ടൈപ്പ്. അതറിയാനുള്ള ഫംഗ്ഷനാണ് ടൈപ്പ് ഓഫ് എ എന്ന് കൊടുക്കണം. ഞാൻ പ്രിന്റ് ടൈപ്പ് ഓഫ് എ എന്ന് കൊടുത്താൽ എന്ത് വരും? സീരീസ് എന്ന് വരും. ക്ലാസ് സീരീസ് വരും. കണ്ടോ? ക്ലാസ് പാണ്ടാസ് കോഴ്സ് സീരീസ്. ക്ലിയർ അല്ലേ? ഓക്കെ. എനിക്കിപ്പോൾ ഈ സീരീസിൻ്റെ സൈസ് അറിയണം, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്താ ഷേപ്പ് അറിയണം എനിക്ക്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് നോക്കുന്നത് 1 ഡയമെൻഷനിലാണ്. സീരീസ് ചെയ്തില്ല 1 ഡയമെൻഷനിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യേണ്ട എന്താ? സൈസ് അല്ല, സോറി, ഷേപ്പ് എന്തായിരിക്കും? ഷേപ്പ് ഓഫ് സീരീസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ. നമ്മൾ പാണ്ടാസിൽ നംപൈയിൽ പഠിച്ചത് തന്നെയാണ് ഈ പാണ്ടാസിലും വരുന്നത്. ചെറിയൊരു ഡിഫറൻസ് എന്നേ ഉള്ളൂ. ഓക്കെ. ഞാൻ എന്ത് ചെയ്യുന്നു? പ്രിന്റ് എ ഡോട്ട് ഷേപ്പ് എന്നുള്ളത് കോൾ ചെയ്യണം. എത്രയാണ്? 5 ആണ് വന്നോക്കുന്നത്. ഓക്കെ. ഇതിലാകെ റോയുടെ സ്ഥാനത്ത് മാത്രം 5 മാത്രം ഇവിടെ വന്നിട്ടുള്ളൂ. ഈ കോമ കഴിഞ്ഞിട്ട് ഒന്നും പറ്റില്ല. കാരണം എന്താ? ഇത് 1 ഡയമെൻഷനിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത് കേട്ടോ. സീരീസ് 1 ഡയമെൻഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുക. സീരീസിൽ നമ്മൾ ഷേപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും ഇവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ടാവുക. ഇനി എനിക്കിപ്പോൾ അതിൻ്റെ സൈസ് കാണണം. സൈസ് കാണാൻ എങ്ങനെയാ? പ്രിന്റ് എ ഡോട്ട് സൈസ്. അതിലും അതെന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും ഇതിലും വരുന്നുണ്ടാവുക. കണ്ടോ? 5. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് കാണാൻ എങ്ങനെയാണ്? ഓൾറെഡി ഡാറ്റ ടൈപ്പ് അവിടെ വന്നിട്ടുണ്ട് ആ എലമെന്റ്സിൻ്റെ. പ്രിന്റ് എസ് ഡോട്ട് ഡി ടൈപ്പ്. നമ്മൾ നേരത്തെ പഠിച്ച സെയിം സാധനങ്ങൾ തന്നെയാണ് ഇവിടെ നമുക്ക് വരുന്നത്. കുറേ സെയിം തന്നെയാണ്. അവിടെ എറർ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എസ് അല്ലല്ലേ, സോറി, എ ഡോട്ട് ഡി ടൈപ്പ്. കണ്ടോ? ഇൻഡ് 64. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഞാൻ പുതിയൊരു ഫയൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ട് numpy as np
ഇമ്പോർട്ട് പാണ്ടാസ് SPD. എനിക്കിപ്പോൾ 1 തൊട്ട് 1 2 3 അങ്ങനെ എത്ര വരെ വേണമെന്നറിയോ? 50 വരെ വേണം. ഇനി ഞാൻ എന്ത് ചെയ്യും? A = PD ഡോട്ട് സീരീസ് ഓഫ് ഇങ്ങനെ എഴുതിപ്പോണോ? 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിപ്പോണോ? അത് എപ്പോൾ എഴുതി തീരാനാ അല്ലേ? 50 വരെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനുള്ളിൽ ലൂപ്പ് യൂസ് ചെയ്യാം. എങ്ങനെയാണ്? സ്ക്വയർ ബ്രാക്കറ്റിൽ ഞാൻ എന്ത് ചെയ്യുന്നു? I in range of 1,51 പ്രിന്റ് A. നമ്മൾ പൈത്തണിൽ പഠിച്ച ലിസ്റ്റിൽ പഠിച്ച സെയിം കൺസെപ്റ്റ് തന്നെ. കണ്ടോ? 1 തൊട്ട് 50 വരെ അവിടെ പ്രിന്റ് ചെയ്ത് വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. എനിക്കിപ്പം ഇതില് ആദ്യത്തെ 5 എലമെന്റ് അല്ലെങ്കിൽ ആദ്യത്തെ 5 റോസ് മാത്രം. ഓക്കെ, പ്രിന്റ് ഫസ്റ്റ് 5 എലമെന്റ്സ് ഓർ റോസ്. 5 എലമെന്റ്സ് അല്ലെങ്കിൽ 5 റോസ് മാത്രമായിട്ട് പ്രിന്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഹെഡ് എന്നുള്ള ഫംഗ്ഷൻ. പ്രിന്റ് A ഡോട്ട് ഹെഡ് എന്നുള്ളത് കോൾ ചെയ്യണം. ഓക്കെ, റൺ ചെയ്യാം. ഇതേ കണ്ടോ, ഇവിടെ തൊട്ടാണ് ആദ്യത്തെ 5 എലമെന്റ് ആയിട്ട് വന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, എനിക്കിപ്പോൾ ആദ്യത്തെ 3 എലമെന്റ് വേണമെന്നുണ്ടെങ്കിൽ A ഡോട്ട് ഹെഡ് ഓഫ് 3 എന്ന് കൊടുത്താൽ മതി. ബൈ ഡീഫോൾട്ട് ആയിട്ട് 5 എലമെന്റ് വരാം. പകരം നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വാല്യൂസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ര എലമെന്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എനിക്ക് പ്രിന്റ് ലാസ്റ്റ് 5 എലമെന്റ്സ്, ലാസ്റ്റത്തെ 5 എലമെന്റ്സ് പ്രിന്റ് ചെയ്യാൻ എന്ത് ചെയ്യും? ടെയിൽ യൂസ് ചെയ്യാം. A ഡോട്ട് ടെയിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പൊ ലാസ്റ്റത്തെ 5 എലമെന്റ് വന്നു. ഇനി പ്രിന്റ് A ഡോട്ട് ടെയിൽ ഓഫ് ഞാൻ ഇപ്പൊ 4 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ലാസ്റ്റത്തെ 4 എലമെന്റ്സ് അവിടെ പ്രിന്റ് ചെയ്ത് വരും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളിവിടെ പഠിച്ച എന്താ? ഹെഡ്, ടെയില്, പിന്നെ എന്തൊക്കെ നോക്കി? ടൈപ്പ്, ഷേപ്പ്, സൈസ്, ഡി ടൈപ്പ്. എത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫംഗ്ഷനാണ് അപ്പെൻഡ് എന്നുള്ള ഫംഗ്ഷൻ. ഇവിടെ ഞാൻ numpy_np import pandas SPD. ഇനി ഞാൻ 2 സീരീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 1 2 3 b = pd ഡോട്ട് സീരീസ് ഓഫ് 4 5 6. ഇങ്ങനെ 2 സീരീസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കിത് രണ്ടും കൂടി അപ്പെൻഡ് ചെയ്യണം. അതിന് എന്ത് ചെയ്യാം? C = എയിലോട്ടാണ് ബീനെ അപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണു? A ഡോട്ട് അപ്പെൻഡ് ഓഫ് ബി എന്ന് കൊടുക്കും. ഇനി എന്ത് ചെയ്യാം? പ്രിന്റ് C കൊടുക്കാം. ഇപ്പൊ നിങ്ങളുടെ പഴയ വേർഷനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നേരിട്ട് ഇത് വർക്കാവും. അപ്പെൻഡ് എന്നുള്ള നേരിട്ട് വർക്ക് ആവുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതിൽ ഇപ്പോഴത്തെ വേർഷനിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ അപ്പെൻഡ് എന്നുള്ളത് റിമൂവ് ആയി പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അണ്ടർസ്കോർ അപ്പെൻഡ്, പ്രൈവറ്റ് ഗ്രൂപ്പ് ആണ്, പ്രൈവറ്റ് ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അതേ ഒരുമിച്ച് അപ്പെൻഡ് ചെയ്തിട്ട് വന്നു. പക്ഷെ ഇവിടെ അപ്പെൻഡ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫസ്റ്റത്തെ ഇതാണ്, ഫസ്റ്റത്തെ സീരീസ് ആണ് ഇത്, രണ്ടാമത്തെ സീരീസ് ആണ് ഇത്. പക്ഷെ ഇതിന്റെയൊക്കെ ഇൻഡെക്സ് നമ്പർ കണ്ടു? 0 1 2 0 1 2 അങ്ങനെയാണ് വന്ന് നോക്കുന്നത് അല്ലേ? പക്ഷെ എനിക്കിത് ആ സീരീസ് നമ്പർ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് പോകണം. 0 1 2 3 4 5 അങ്ങനെ പോകണം. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബി കഴിഞ്ഞിട്ട് കോമയിട ഇഗ്നോർ അണ്ടർസ്കോർ ഇൻഡെക്സ് = ട്രൂ എന്ന് കൊടുക്കണം. ക്ലിയർ ആയോ? ഇഗ്നോർ ഇൻഡെക്സ് എന്നുള്ളത് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്താക്കുന്നു? റൺ ചെയ്യണം. അപ്പൊ കണ്ടോ, ഇൻഡെക്സ് കറക്റ്റ് ആയിട്ട് വന്നു. ക്ലിയർ അല്ലേ? ഇതില് ബി മാത്രം കൊടുത്തപ്പോ നേരിട്ട് എന്ത് വന്നിട്ടുണ്ടായിരിക്കും? ആ 0 1 2 3 എന്നുള്ള അങ്ങനെ രീതിയിൽ വന്നിട്ടുണ്ടായിരിക്കും. കണ്ടോ? 0 1 2 0 1 2 എന്ന് വന്നു. പക്ഷെ ഇഗ്നോർ ഇൻഡെക്സ് കൊടുത്തപ്പോൾ എന്താണ്? ആ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ ഇൻഡെക്സ് വന്നിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അപ്പെൻഡ് ഫംഗ്ഷൻ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കണത് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ എത്ര ലിസ്റ്റ് അല്ല നോക്കിയത്. നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ട് numpy_np import pandas SPD. ഓക്കെ, ഞാൻ
ഇനി ചെയ്യണ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡിക്ഷണറി ടു സീരീസ്. എങ്ങനെ ഒരു ഡിക്ഷണറിനെ സീരീസിലോട്ട് കൺവേർട്ട് ചെയ്യാം? ഡിക്ഷണറി സ്പെല്ലിംഗ് മാറിപ്പോയി. ഡിക്ഷണറിനെ എങ്ങനെ സീരീസിലോട്ട് കൺവേർട്ട് ചെയ്യാം? അതിനായിട്ട് ഞാൻ അവിടെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാണ്. 1:A കൊടുത്തു, 2:B കൊടുത്തു, 3:C കൊടുത്തു. ഒരു ഡിക്ഷണറി അല്ലേ? ഞാൻ പ്രിന്റ് കൊടുത്ത എന്ത് വരും? ആ ഒരു ഡിക്ഷണറി അവിടെ പ്രിന്റ് ആയിട്ട് വരും ഇല്ലേ? എനിക്ക് അതിനെ ഒരു സീരീസ് ആയിട്ട് മാറ്റണം. എന്ത് ചെയ്യാ? B = PD ഡോട്ട് സീരീസ് ഓഫ് A കൊടുക്കാം. ഇനി എന്ത് ചെയ്യുന്നു? പ്രിന്റ് B പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ ഇത് കണ്ടോ? ഇത് നേരത്തെ ഡിക്ഷണറി, ഇതാണ് നമ്മുടെ സീരീസ്. ഡിക്ഷണറിനെ സീരീസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിക്ഷണറിയിലത്തെ കീ ആയിരിക്കും സീരീസിലത്തെ ഇൻഡെക്സ്. ഡിക്ഷണറിയിലത്തെ കീ ആകും സീരീസിൽ വരുമ്പോൾ ഇൻഡെക്സ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇത് ഇങ്ങനെ 4 ലൈനിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിക്ഷണറി നേരിട്ട് അതിനുള്ളിൽ കൊടുക്കാം. ഈ A കൊടുക്കുന്നതിന് പകരം ഡിക്ഷണറി നേരിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുത്താലും മതി. സെയിം തന്നെയാണ് കേട്ടോ. കണ്ടോ? സെയിം ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ അല്ലേ? ഡിക്ഷണറി സീരീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈമിൽ ഡിക്ഷണറിയുടെ കീ എന്ന് പറയണതായിരിക്കും സീരീസിലത്തെ ഇൻഡെക്സ് നമ്പർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ടൈപ്പ് ഫംഗ്ഷൻ, ഷേപ്പ്, സൈസ്, ഡി ടൈപ്പ്, ഒരു സീരീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെന്താ പഠിച്ചേ? ഹെഡ്, ടെയില്. ഹെഡിന്റെ ബൈ ഡിഫോൾട്ട് ആയിട്ട് 5 എലമെന്റ് ആയിരിക്കും. ടെയിലിന്റെ ബൈ ഡിഫോൾട്ട് ആയിട്ട് 5 എലമെന്റ് തന്നെ ആയിരിക്കും. പിന്നെന്താ? അപ്പൻഡ്. അപ്പൻഡിൽ ഇഗ്നോർ ഇൻഡെക്സ് ഈക്വൽ ടു ട്രൂ കൊടുക്കാൻ പഠിച്ചു. പിന്നെന്താ? ഡിക്ഷണറിനെ എങ്ങനെ സീരീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിക്ഷണറിയിലത്തെ കീ ആയിരിക്കും സീരീസിലത്തെ ഇൻഡെക്സ് നമ്പർ എന്നുള്ളത് പഠിച്ചു. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇന്ന് ഇത്രയ്ക്ക് മതി. ഓക്കെ. അപ്പോൾ ഞാൻ ഓരോ ദിവസം 3 വീഡിയോസ് വെച്ചിട്ടാണ് ഇടുന്നുണ്ടായിരിക്കുക. ഇന്ന് ടോട്ടൽ 3 വീഡിയോസ് ആയിട്ടുണ്ട്. ഇനി നാളെ നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് വരാം. ഓക്കെ. എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ചായിട്ട് അത് തറവായിട്ട് പഠിക്കണം. ഓക്കെ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുക, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളത് നോട്ട് എഴുതി വെക്കുക. ഓക്കെ. നോട്ട് എഴുതി വെച്ചിട്ട് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. So that's all for this video. Thank you. Have a nice day.